നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുക മാത്രം ചെയ്യാം, ദൈവം അനുവദിക്കുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പ്രധാനമായും കുറെ മുന്നറിയിപ്പുകളാണ് തരുന്നത്. വിശ്വാസത്തിൽ വന്ന കുറെ കാലം സജീവമായി വിശ്വാസത്തിൽ നിന്ന ആളുകള് യെരൂശലേം ദേവാലയത്തിന്റെ പുഷ്ടിയും അതിൻ്റെ ആ മനോഹാരിതയൊക്കെ കണ്ടുകൊണ്ട് പയ്യെ 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 അങ്ങോട്ടേക്ക് തിരിയാൻ നോക്കിയപ്പോൾ അവരെ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ ചില മുന്നറിയിപ്പുകൾ ഞാനിത് രാവിലെ കാലം പരിശോധിച്ചപ്പോൾ ഒരു 12 മുന്നറിയിപ്പുകൾ അതിനകത്ത് തരുന്നുണ്ട് വിശ്വാസത്തിൽ നിൽക്കുവാൻ. അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ പെട്ടെന്നുള്ള വായനയിൽ ഒരു 12 മുന്നറിയിപ്പുകളാണ് കിട്ടിയത്. ആ മുന്നറിയിപ്പുകൾ ഞാനൊന്ന് വായിച്ചു വിടാം. അത് നമ്മുടെ ഹൃദയത്തിൽ അത് കുറിക്കൊള്ളണം. നിങ്ങൾ ലേഖനങ്ങൾ വായിക്കണം. ഞാൻ ഇവിടെയുള്ള ഓരോരുത്തരോട് പറയുകയാണ്, നിങ്ങൾ ലേഖനം പലകുറി വായിക്കണം, സുവിശേഷങ്ങൾ വായിക്കണം, അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കണം. എന്നാൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ആളുകൾ കൂടുതലായി ലേഖനങ്ങൾ വായിക്കണം. കാരണം അപ്പോസ്തോലിക ഉപദേശങ്ങൾ കിടക്കുന്നത് ലേഖനങ്ങൾക്കകത്താണ്. ആമേൻ. മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു. അപ്പോൾ ഉപദേശം കിടക്കുന്നത് ലേഖനങ്ങളിലാണ്. നിങ്ങളത് പലകുറി വായിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, ആമേൻ, ഡെയിലി 2 അധ്യായമെങ്കിലും വായിക്കണം. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ വിളിച്ച് ചോദിക്കും ഇന്ന് ഏത് അധ്യായമാണ് വായിച്ചെന്ന്. അപ്പോൾ അതിനെപ്പറ്റി പറയുവാനായിട്ട് നിങ്ങൾ സന്നദ്ധരായിരിക്കണം. ഞാൻ പറഞ്ഞത് വിൺവാക്കല്ല, ഞാൻ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിക്കും, നിങ്ങൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ നിർബന്ധിക്കാൻ ഒരാളെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്കൊന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചാണേലും വചനം വായിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടൊന്ന് സ്വത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനത്തിൽ ഇങ്ങനെയുണ്ട്, യെരൂശലേമിന്റെ കൊത്തളങ്ങളെ എണ്ണി നോക്കുവിൻ. എങ്ങനെയാണ് വചനം? സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണി നോക്കുവിൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വരുവാനുള്ള തലമുറയോക്ക് ചിലത് കൈമാറി കൊടുക്കണം. വിശ്വാസത്തിൽ നിൽക്കുന്ന ഓരോ അപ്പന്റെയും അമ്മയുടെയും ചുമതലയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ ചില കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. ആമേൻ. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോവുകയാണ്. അവൻ നമ്മുടെ നിയന്ത്രണം പലതിലും നഷ്ടപ്പെടുന്നു, അല്ലേ? നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ കൗൺസിലിങ്ങും നമ്മുടെ പ്രസംഗങ്ങളും ഒക്കെ വെള്ളത്തിൽ വരച്ച പോലെ ആയിപ്പോകുന്ന ഒരു സാഹചര്യം പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ പിശാചിന് ജയിക്കാൻ പറ്റാത്തൊരു മതിൽ നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനയുടെ മതിൽ. ആ മതിലിനെ തകർക്കുവാൻ ഒരു ദുഷ്ടന് കഴിയത്തില്ല. എന്നാൽ ആമേൻ, പ്രാർത്ഥന ദുഷ്ടന്റെ മതിലുകളെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ അഴിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥന മുഖേന നാം പണിതെടുക്കുന്ന മതിലിനെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് മറ്റൊന്നും വേണ്ട, ഉപദേശങ്ങളൊന്നും ആർക്കും വേണ്ട, കൗൺസിലിംഗ് ഒന്നും ആർക്കും വേണ്ട, പ്രസംഗമൊന്നും ആർക്കും വേണ്ട. എന്നാൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കവിണ്ണ് വീണ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. പിശാചിന്റെ പദ്ധതിയല്ല നിന്റെ കുടുംബത്തിന്റെ മേൽ നടക്കാൻ പോകുന്നത്. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് നടക്കാൻ പോകുന്നത്. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം വായിക്കാൻ പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഒന്ന് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിലെ ആമേൻ സ്തോത്രം. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ട് പറഞ്ഞിരിക്കുന്നത് ആരോടെങ്കിലും ഒക്കെ ഉള്ള ആലോചനയായിട്ട് എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ ഒരു 12 മുന്നറിയിപ്പോൾ വേഗത്തിൽ വായിക്കാം. ഒന്നാമത്തെ മുന്നറിയിപ്പ് 2:1. എബ്രായ 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ കേട്ടതിനെ മുറുകെ പിടിക്കണം. കേട്ടത് ഒഴുകി പോകരുത്. അതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. എന്താണ് കേട്ടത്? ആമേൻ. കേട്ടതിനെ കുറിച്ച് 2:4 പറയുന്നു, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഒന്നാമത്തെ മുന്നറിയിപ്പ്, നിങ്ങൾ കേട്ടത് ഒഴുകി പോകരുത്. സഭയിൽ വന്ന് ആമേൻ കേൾക്കുന്നത്
ദൈവവചനത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത്, ആമേൻ സ്തോത്രം, ഒഴുകിപ്പോകരുത്. എന്താണ് കേട്ടത്? ഗലാത്യ ലേഖനം 3:1 നമുക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? അടുത്ത വാക്യം എന്താ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. ആമേൻ. ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായി പോയത് എന്താ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? അത് എങ്ങനെയാ കിട്ടിയത്? കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി നിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്? അതോ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണോ ആത്മാവിനെ കിട്ടിയത്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡത്തിൽ സമാപിക്കുവാൻ ശ്രമിക്കുന്നുവോ? ആത്മാവ് കൊണ്ട് ആരംഭിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രസംഗത്താലാ. ജഡത്തിൽ വെളിപ്പെടുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാ. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, അപ്പോൾ അവരുടെ പ്രസംഗം എന്തായിരുന്നു? വിശ്വാസത്തിന്റെ പ്രസംഗം എന്തായിരുന്നു? യേശുവിനെ വരച്ചു കാണിച്ചതാ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആമേൻ, യേശുവിന്റെ ചിത്രം വരച്ചു കൊടുത്തു എന്ന അർത്ഥത്തിലല്ല. ഗലാത്യർ 3 പറയുന്നത് ഇവരുടെ പ്രസംഗം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പൗലോസ് പറയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ ഇവർ പ്രസംഗിച്ചു. അതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. അപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ആമേൻ. വിശ്വാസം ഓരോരുത്തരിലേക്കും വന്നു. അതാണല്ലോ പത്രോസിന്റെ പ്രസംഗം 2 ആമേൻ അത് മുഴങ്ങിക്കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും കൊർന്നേല്യോസിന്റെ ഭവനത്തിലും പത്രോസിന്റെ പ്രസംഗം എന്തായിരുന്നു? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ആമേൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത് കൊണ്ടാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അങ്ങനെയാണെങ്കിൽ ഈ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് അതാണ്, ഇത്ര വലിയ രക്ഷ. ഈ കേട്ട വചന സത്യങ്ങൾ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഗൗരവമേറിയ വിഷയങ്ങൾ, ഇതിനെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തെ മുന്നറിയിപ്പ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പുകൾ നമ്മൾ ദിനംപ്രതി ഒന്ന് ധ്യാനിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വന്നാൽ അതൊരു ദുഷ്ടഹൃദയമായി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ദുഷ്ടഹൃദയമായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ദൈവത്തെ ത്യജിക്കാൻ തുടങ്ങും. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്
അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തുടർമാനമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ, കൂട്ടായ്മയുടെ അനുഭവമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, വചനധ്യാനമില്ലാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വരും. അവിശ്വാസം വന്നു കഴിയുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയാണല്ലോ ഒന്നാമത്തെ പടി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദുഷ്ടഹൃദയമായി തീരും. അപ്പോൾ ദുഷ്ടഹൃദയമായാൽ എന്താ സംഭവിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ നാം ഉപേക്ഷിച്ച് കളയും. ചിലപ്പോൾ സഭയിൽ വരുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ആരാധന കൂടുന്നുണ്ടായിരിക്കും, പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധം അങ്ങ് നഷ്ടപ്പെട്ട് കാണും. നമ്മൾ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, വായ കൊണ്ട് ഏറ്റു പറഞ്ഞത് കൊണ്ടൊന്നും കർത്താവായിട്ട് യേശുവിന് വരാൻ പറ്റുമോ? ആമേൻ, സ്വതന്ത്രം. യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായിൽ നിന്ന് വരേണ്ടത്. നമ്മൾ ഈ ബസ്സേ കയറുമ്പം കിളി ഒരു ബെല്ലടിക്കുമ്പം വണ്ടി നിർത്തും, 2 ബെല്ലടിക്കുമ്പം വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കും. അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ഇത് കണ്ടോണ്ടൊരു അമ്മച്ചിയുടെ കണ്ടപ്പോ അമ്മച്ചിയുടെ വിചാരം മുഴുവനും ഒരു ബെല്ലടിക്കുമ്പം ആ ബെല്ലടിയിലാണ് വണ്ടി നിൽക്കുന്നതെന്നാ. 2 ബെല്ലടിക്കുമ്പോൾ ആ ബെല്ലടിയുടെ ആ ഒരു ശക്തിക്കാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നതെന്നായിരുന്നു. അത് കിളിയും ഡ്രൈവറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാ, ഒരു ധാരണയാ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വായി കൊണ്ട് ഏറ്റു പറയുമ്പോ, വായി കൊണ്ട് മാത്രം ഏറ്റു പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗം അംഗീകരിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് യേശു ക്രിസ്തുവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധത്തിന്റെ ഉറപ്പ്, അവൻ എൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപത്തെ ശാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചവനാണെന്ന് ഹൃദയത്തിന്റെ അന്തരാർദ്രങ്ങളിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് വായിലൂടെ വെളിപ്പെടുന്നത്. അങ്ങനെയാണ് യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയേണ്ടത്. അങ്ങനെ ഏറ്റു പറഞ്ഞ് ദൈവിക കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ പ്രാർത്ഥനയില്ല, ചിലപ്പോൾ സഭയെ വരുന്നുണ്ടായിരിക്കും, പ്രാർത്ഥനയില്ലേ, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലേ, നാം അറിയാതെ തന്നെ അവിശ്വാസം അകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. ഇത് എത്രയോ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിശ്വാസം വന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം നാം അറിയാതെ ദുഷ്ടഹൃദയമായി പോകും. പിന്നെ നാം ദൈവത്തെ അങ്ങ് ത്യജിക്കും. ആ നിലകളിലുള്ള അപജയങ്ങൾ വിശ്വാസ മാർഗത്തിൽ എത്രയോ ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. അവൻ ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആമേൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ്, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിയുള്ള ആളുകളോട് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബുദ്ധി അവർക്കുള്ളായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ബുദ്ധി വികസിച്ചെന്നും ശാസ്ത്രം വികസിച്ചെന്നും പറയുന്ന ഈ കാലഘട്ടത്തിലും ഇത് അതേപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല. വചനത്തിന്റെ മുന്നറിയിപ്പുകൾ ഏത് കാലഘട്ടത്തിലും വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ മൂന്നാമത്തെ മുന്നറിയിപ്പാണത്. മൂന്നാമത്തെ മുന്നറിയിപ്പ് നമുക്ക് 4:1 വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മൂന്നാമത്തെ മുന്നറിയിപ്പാണ്, നാം ഭയപ്പെടണം. എന്തേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം, നമുക്കൊരു സ്വസ്ഥതയുടെ ശബത്തനുഭവം ഉണ്ട്. ഇതിന്റെ പ്രത്യാശയാണ് നമ്മെ സഭയിൽ നിർത്തുന്നത്. എന്നാൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇപ്പോഴുമുണ്ട്. നിങ്ങൾ തെറ്റിപ്പോയാലും ഈ വാഗ്ദത്തത്തിനകത്തേക്ക് കയറി വരാൻ അതിപ്പോൾ ശേഷിച്ചിരിപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ കർത്താവിന്റെ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നാം തെറ്റി
ഉഴന്ന ആടുകളെ പോലെ വീണ്ടും തെറ്റിപ്പോയെങ്കിലും നമ്മുടെ ആത്മാക്കളുടെ അധ്യക്ഷനായവങ്കിലേക്ക് നാം മടങ്ങി വന്നാൽ ഈ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ പറ്റും. സ്വസ്ഥതയുടെ വാഗ്ദത്തമായ നിത്യസ്വർഗത്തിന് നമ്മളെ അവകാശികളാക്കി തീർക്കും. അതിനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ ആമേൻ ഇത് വാഗ്ദത്തം ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മൂന്നാമത്തെ മുന്നറിയിപ്പാണ്. നാലാമത്തെ മുന്നറിയിപ്പായിട്ട് നാം വായിക്കുന്നു എബ്രായർ 6:4. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ വാക്കൊരു നെഗറ്റീവ് ചിന്തയാ തരുന്നത്. ഞാൻ പിന്മാറിപ്പോയല്ലോ കർത്താവേ, ഇനി എന്നെ മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ പറ്റത്തില്ലേ? ഈ വചനം അതേപടി നിവൃത്തീകരിക്കപ്പെടുവാണെങ്കിൽ നമ്മൾ ആരും വിശ്വാസത്തിൽ കാണത്തില്ല, അല്ലേ? നമുക്കത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ പിന്മാറ്റത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ പിന്മാറിപ്പോയാലും ഈ സത്യത്തെ നമ്മൾ വിസ്മരിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. പിന്മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്രയോ ജീവിതത്തിന് നല്ലൊരു പങ്കും പിന്മാറ്റത്തിൽ ജീവിച്ചിട്ട് പിന്നെയും കയറി വരുന്ന വിശുദ്ധന്മാരെ എനിക്കറിയാം. അപ്പോ നമ്മൾ ഈ പിന്മാറിപ്പോയാലും നമ്മൾ ഒരിക്കലും ഈ സത്യത്തെ നമ്മൾ നിഷേധിച്ചിട്ടില്ല, അല്ലേ? സത്യമല്ലേ? നമ്മളിടയ്ക്കൊക്കെ പിന്മാറ്റത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പിന്മാറ്റ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ പ്രാർത്ഥനയോടും ദൈവിക കാര്യത്തോടും ഒക്കെ മടുപ്പും ആകപ്പാടെ വേറെ പണിയൊന്നുമില്ലേ എന്ന നിലപാടുകളൊക്കെ ചില സമയത്തെടുത്ത ആളുകളുണ്ട്. എന്നാൽ ഒരിക്കലും ഈ സത്യത്തെ അവർ ഹൃദയം കൊണ്ട് ത്യജിച്ച് കളഞ്ഞിട്ടില്ല. അതാ സത്യം. രക്ഷിക്കപ്പെട്ട ഒരുത്തൻ അങ്ങനെ കളയാൻ പറ്റത്തില്ല. അതാ സത്യം. പറ്റുമോ? രക്ഷിക്കപ്പെട്ടവന് പറ്റത്തില്ല. പുത്രത്വത്തിന്റെ ആത്മാവ് വീണ അവൻ പാപത്തിലൊക്കെ ചിലപ്പോൾ വീട് പോയി കാണും, പ്രാർത്ഥനയ്ക്കൊക്കെ വരാതെയൊക്കെ പിന്മാറിപ്പോയി കാണും. എന്നാൽ രക്ഷിക്കപ്പെട്ട പുത്രത്വത്തിന്റെ ആത്മാവ് അകത്തുള്ളവൻ ഈ സത്യത്തെ ഒരിക്കലും നിഷേധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുന്നു, ആമേൻ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്വർഗീയദാനം ആസ്വദിച്ചു. പരിശുദ്ധ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണല്ലോ സ്വർഗീയദാനം. സ്വർഗീയദാനം ആസ്വദിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. എത്രയോ ആള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടില്ലേ? ഇത് ഈ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ നല്ല വചനം, ഇതൊക്കെ ആസ്വദിച്ചിട്ടുള്ളവർ ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊന്നും ഉണ്ടെന്നേ ആസ്വദിക്കാൻ പറ്റും. ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് വചനം കേൾക്കുമ്പോ വചനത്തിനകത്തൊരു ആനന്ദം കണ്ടെത്തുന്നവർ, ആത്മീയ ആരാധനയ്ക്കകത്ത് സ്വർഗീയ ദാനത്തെ ആസ്വദിക്കുന്നവർ, വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് നൽകിയില്ലേ? അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവര് പിന്മാറിപ്പോയാൽ അവർക്ക് പിന്മാറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വചനം പറയുന്നു, അവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വിരളമാണ്, നല്ലൊരു മുന്നറിയിപ്പാണ്. എന്നാൽ ഇതിന്റെ തൊട്ട് താഴെ പൗലോസ് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞ ആശ്വാസവാക്യം അത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു മുന്നറിയിപ്പ് അവിടെ തരുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല, മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല. ദൈവത്തിന് ലോകാപാതം വരുത്തിവരാ. സ്തോത്രം. അവനെ വീണ്ടും ക്രൂശി
അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല. ഇതാണ് സത്യം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇതൊരു മുന്നറിയിപ്പാണ് പൗലോസ് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ദുരന്തം വന്നു ഭവിക്കുമെന്നല്ല. ആമേൻ. നമ്മളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അടുത്ത വാക്യം, ആമേൻ, 10:24 നമുക്ക് വായിക്കാം. എബ്രായ 5-ാമത്തെ മുന്നറിയിപ്പ് 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അത്രയും മതി. ചിലർ ചെയ്യുന്നത് പോലെ. ആ ചിലറിനകത്ത് ഇതിനകത്ത് എത്ര പേരുണ്ട്? ഈ ചിലരാണ് എല്ലാ കാര്യത്തും ചിലരായിട്ട് നിൽക്കുന്നത്. ആ ചിലരുടെ കൂട്ടത്തിനകത്ത് ചിലരെന്നും ആ ചിലര് തന്നെയാണ്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അപ്പൊ അതൊരു മുന്നറിയിപ്പാ. ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നറിയാം. കർത്താവേ, ഞാൻ ആ ചിലരുടെ അകത്തങ്ങ് കൂടിക്കോളാവേ എന്ന് വിചാരിച്ചാൽ ഇതൊരു മുന്നറിയിപ്പാ, അതൊരു ദുരന്തമാ. പ്രൈസ് ദി ലോർഡ്. പ്രിക്കോഷൻസ് എടുക്കുവാൻ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ആ വാക്യം പൂർത്തീകരിച്ചോ, കുഴപ്പമില്ല. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. മുന്നറിയിപ്പാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഇത് ദൈവവചനത്തിൽ തരികയും സഭയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് ആമേൻ സ്വത്തോടെ ഒരു പോയിന്റ് കിട്ടി എന്നോർത്ത് സന്തോഷിക്കാനല്ല. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അടുത്ത 6-ാമത്തെ മുന്നറിയിപ്പ് 10:26 നമുക്ക് വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ആമേൻ. ഇതും ഒരു നല്ല കാര്യമല്ലല്ലോ. ആമേൻ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരത്വത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ച സത്യത്തിന്റെ പരിജ്ഞാന വിശേഷം എന്ന 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച പോലെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചു. ആ വചനവുമായിട്ടൊരു സാമ്യമുള്ള വചനമാണിത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ. ദൈവമക്കളെ, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അറിയാതെ ചെയ്തതൊന്നും അല്ലല്ലോ. അറിഞ്ഞുകൊണ്ട് ചെയ്തതും അറിയാതെ ചെയ്തതും ഒക്കെ ഉണ്ട്. ഒരു വിശുദ്ധന്മാർ പാപം ചെയ്യുമ്പോ ഇത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്യുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അറിയാതെ പാപം ചെയ്ത വല്ലവരും ഉണ്ടോ? വിശുദ്ധന്മാർ പാപം ചെയ്യുമ്പോൾ ഇത് പാപമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. ഒരാളെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയുന്നത് അന്യോന്യം വിധിക്കരുത്, അത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ പാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ജഡത്തിന്റെ ദുഷ്കാമം മാത്രം കൊണ്ടുവരരുത്. അത് മാത്രമൊന്നുമല്ല പാപം. ആമേൻ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇതിങ്ങനെ പറയുമ്പോൾ സത്യത്തിന്റെ പരിജ്ഞാന ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ, ഈ പാപം ചെയ്തിട്ട് ഇതിനകത്ത് നമുക്കൊരു മാനസാന്തരം വരാതെ അതിനകത്ത് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടൊരു ക്രമീകരണം പ്രാപിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ ഹൃദയം വന്നു പോയെങ്കിൽ അതൊരു ദുരന്തമാണ്. അങ്ങനെയുള്ളവൻ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അങ്ങനെയുള്ളവൻ ദൈവത്തിന്റെ കൃപയെ നിഷേധിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ രക്ഷ. നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ ഉപവാസമല്ല,
ദൈവത്തിന്റെ കൃപ, ആ കൃപയിൽ നിന്ന് വീണുപോയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നമ്മുടെ ചെയ്തികൾ കൊണ്ടോ, നമ്മുടെ ഒരു സ്നാനം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ദൈവിക രക്ഷയെ പ്രാപിക്കുന്നത്. രക്ഷ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതെല്ലാം വേണം. എന്നാൽ മനപൂർവം പാപത്തിൽ തുടരുന്നവൻ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അവൻ വീണുപോകുമ്പോൾ, ദൈവത്തിന്റെ കൃപയെ അവൻ ആശ്രയിക്കാതെ വരുമ്പോൾ പിന്നെ അവന് രക്ഷപ്പെടാൻ വഴിയില്ലാതായി തീരും. ദൈവത്തിന്റെ കൃപ, ദീർഘക്ഷമ നമ്മെ നിരന്തരം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിഞ്ഞ് അവന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അടുത്തത് ഏഴാമതായി 12:1, എബ്രായർ 12:1, ആകയാൽ സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കെ നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു മുന്നറിയിപ്പാണ്. ഭാരത്തെ വിടുക, പാപത്തെ വിടുക. അത്രയേ ഉള്ളതിനകത്ത്. ഭാരത്തെ വിടുക, പാപത്തെ വിടുക. ഭാരം വെച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഓട്ടം അസ്ഥിരമാകാൻ തുടങ്ങും. മുറുകെ പറ്റുന്ന പാപമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ പറ്റാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭാരത്തെയും പാപത്തെയും വിട്ടുകളയുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തത് നമുക്ക് വായിക്കാം. 8-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. എബ്രായർ 12:3. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണവും മടുപ്പും വരും. മുന്നറിയിപ്പാണ്. മടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ ക്ഷീണവും മടുപ്പും ഒക്കെ വരാത്ത വിശ്വാസി ആരാ? ഇല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ കടുത്ത ക്ഷീണവും മടുപ്പും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസത്തോട് പോലും നമുക്ക് മടുപ്പ് വന്നിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം വന്നിട്ടുണ്ട്. ആമേൻ. എന്നാൽ ഒരു മുന്നറിയിപ്പ് തരിക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിങ്ങൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ആമേൻ 12:25, 9-ാമത്തെ മുന്നറിയിപ്പ്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുക. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിരസിക്കാതിരിക്കുക. ഒരുപക്ഷെ മടുത്തും ക്ഷീണിച്ചും ഒക്കെ വന്നിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, വചനം ഒരു ദൈവദാസനിലൂടെ വെളിപ്പെടുമ്പോൾ അതിന്റെ നേരെ മുഖം തിരിഞ്ഞ് നിൽക്കരുത് കേട്ടോ. ആമേൻ. ഏതെങ്കിലും ഒക്കെ നിലയിൽ ക്ഷീണത്തിലും മടുപ്പിലും ഒക്കെ പിന്മാറ്റത്തിലും ഒക്കെ ഉള്ള ആളുകൾ ഏതെങ്കിലും ഒക്കെ നിലയിൽ ദൈവസഭയ്ക്കകത്തോ വചനം പറയുന്നിടത്തോ ഒക്കെ വന്നു ഇരിക്കുമ്പോൾ അരുളി ചെയ്തവൻ ദൈവമാണ്. അവന്റെ വചനം അരുളി ചെയ്യുമ്പോൾ അതിന്റെ നേരെ മുഖം തിരിഞ്ഞു നിൽക്കരുത്. അതൊരു മുന്നറിയിപ്പാ. നിന്നെ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെടുത്തി, നിന്നെ ഒന്നുകൂടി ശക്തീകരിക്കുവാൻ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ അയക്കുമ്പോൾ അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുക. ദൈവത്തിന് നമുക്കൊന്ന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി 10-ാമത്തെ മുന്നറിയിപ്പ് 13:2, അതിഥി സൽക്കാരം മറക്കരുത്. അതിഥി സൽക്കാരം മറക്കരുത്. ഒരു മുന്നറിയിപ്പ്. മറന്നു പോകുന്ന ആളുകളുണ്ടോ? വീട്ടിൽ ദൈവദൂതന്മാരെ അബ്രഹാം കൈക്കൊണ്ടു. ഇത് നമ്മൾ ഈ ആത്മീക ഉപദേശമൊന്നും അല്ലല്ലോ എന്നൊന്നും ഓർത്ത് തള്ളിക്കളയരുത്. ഇത് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഇത് പൈതലിന്റെ ജീവിതത്തിൽ വേണ്ടതാണ്. അതിഥി സൽക്കാരം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞേ, അതിഥി സൽക്കാരം മറക്കരുത്. അതിഥിയായി വീട്ടിൽ വരുന്ന ആളുകളെ സൽക്കരിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇതിനാൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചിട്ട്, അതിനാൽ ചിലർ അറിയാതെ എന്ന് പറഞ്ഞ ദൈവദൂതനാണെന്ന് അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അറിയാതെ ഞാൻ ചിലപ്പം ദൈവദൂതൻ എന്റെ ഷേപ്പിൽ നിങ്ങളുടെ വീട്ടിൽ വന്നെന്നിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാനാണെന്ന്. ദൈവദൂതനായിരിക്കും. സൽക്കരിച്ചോണം. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങളുടെ ഷേപ്പിൽ എന്റെ വീട്ടിലും വരാം. ഞാൻ വിചാരിക്കും നിങ്ങളാണെന്നോ. ഈ പുള്ളി എന്നെ സൽക്കരിക്കാനോ? ദൈവദൂതനായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചുവല്ലോ. അപ്പോൾ അറിഞ്ഞിട്ടല്ല സൽക്കരിച്ചത്, അറിയാതെ സൽക്കരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? അതിഥി സൽക്കാരം മറക്കരുത്. ഒന്ന് കരം കൊടുത്ത് പറ, അതിഥി സൽക്കാരം മറക്കരുത്. ആമേൻ. ഈ 11ാമത്തെ മുന്നറിയിപ്പ് 13:16 നമുക്കൊന്ന് വായിക്കാം. 13:16. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഇതൊരു മുന്നറിയിപ്പാ. മറക്കാൻ ആണ് നമ്മുടെ സ്വാഭാവിക ആദാമ്യ സ്വഭാവം, അതൊക്കെ മറക്കും. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുമ്പോൾ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ അത് പാപമായി കണക്കിടുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുക. അയ്യോ, നന്മ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവന് അത് പാപമായി കണക്കിടുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിക്കാനും മറന്നാൽ അതൊരു പാപമാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യുവാനും ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എഫെസ്യ ലേഖനത്തിലെ വാക്യമാ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം ചെയ്തു പോരാൻ ദൈവം മുന്നൊരുക്കിയ സംഗതിയെ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ, അത് ചെയ്യാനുള്ള ത്രാണി നമുക്ക് തന്നിട്ടും നാം ചെയ്യാതിരിക്കുമ്പോൾ അത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച 12ാമത്തെ മുന്നറിയിപ്പ്. ഇതിൽ കൂടുതൽ മുന്നറിയിപ്പ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കണം. ഞാനൊന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. 12ാമത്തെ മുന്നറിയിപ്പ് 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോട് ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നടത്തുന്നവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നത് ഒരു മനസ്സിനകത്തൊരു മുറിവുമായിട്ടാകാൻ നിങ്ങൾ ഇടവരുത്തരുത്. അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കണം. അവർ എന്തായാലും ജാഗരിക്കും. അവർക്ക് ജാഗരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അവരുടെ മേൽ കൊടുത്തിരിക്കുന്ന നിയോഗത്തിൽ ആമേൻ നടത്തപ്പെടുന്നവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം അവരോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ദൈവികമായൊരു ദൗത്യം അവരുടെ മേൽ കടക്കുന്നത് കൊണ്ട് നിങ്ങളെ നടത്തുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കും. എന്നാൽ ജാഗരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ അകത്തൊരു ഞരക്കവും മുറിപ്പാടും ഉണ്ടെങ്കിൽ അത് അവർ മനുഷ്യരായതുകൊണ്ട് അങ്ങനെ കയറി വരും, ഞരക്കം കയറി വരും, മുറിപ്പാട് കയറി വരും. എന്നാൽ അവർക്ക് സന്തോഷത്തോടെ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നണം. അതുകൊണ്ട് സ്തോത്രം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ആത്മീയമായി എത്ര തീഷ്ണപ്പെട്ടാലും, എത്ര നിലകളിൽ നമ്മൾ എന്നൊക്കെയാണെന്ന് പറഞ്ഞാലും, ഇത് ദൈവത്തിന്റെ വചനത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഒന്ന് പറഞ്ഞേ, നന്നല്ല. ഓ, പ്രൈസ് ദി ലോർഡ്. ആമീൻ. അപ്പോൾ നമ്മൾ 12 മുന്നറിയിപ്പുകൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചു. എന്തിനാ നമ്മളിത് ചിന്തിക്കുന്നത്? 12 പോയിന്റ് കിട്ടിയതിനാണോ? അല്ല.
നമ്മളൊന്നുകൂടെ കർത്താവിനോട് അടുക്കണം. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും തലമുറയ്ക്ക് വേണ്ടിയുള്ള ജാഗരണം ഇതെല്ലാം അനുഗ്രഹമായിരുന്നു. ദൈവം അതെല്ലാം വിടുതലുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സന്തോഷവും ഈ സമാധാനവും ഈ വിടുതലിൻ്റെ അന്തരീക്ഷവും ഭവനങ്ങളിൽ നിലനിർത്തണം. ഞാൻ പറയട്ടെ, ഭവനത്തിനകത്ത് ഒരാൾ ഒന്ന് ട്രാക്ക് തെറ്റിയാൽ മതി, ആ ഭവനത്തിൻ്റെ സമാധാന അന്തരീക്ഷം മൊത്തം പോകും. ശരിയല്ലേ? ഭവനത്തിനകത്തൊരാള് ട്രാക്ക് തെറ്റി, ആമേൻ സ്തോത്രം, ദൈവഹിതമല്ലാത്തതിലേക്ക് പോയാൽ ആ ഭവനത്തിനകത്തെ സമാധാനം മൊത്തം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവ സമാധാനം പുനഃസ്ഥാപിച്ചില്ലയോ? നിങ്ങളുടെ ഈ ആത്മീക ജീവിതത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തില്ലയോ? നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ സമാധാനത്തിന്റെ ആമേൻ സ്തോത്രം, ആമേൻ നിറവ് കൊണ്ടുവന്ന് ദൈവം അനുഗ്രഹിച്ചില്ലയോ? അതിൽ തന്നെ നിലനിൽപ്പീൻ. അപ്പോൾ തന്നെ ഈ 12 മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ദൈവിക വിടുതലിൽ നിങ്ങൾ നിൽക്കുവാൻ, നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ആത്മീക സന്തോഷത്തിൽ നിലനിൽക്കുവാൻ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതിനകത്ത് വർദ്ധിച്ചു വരികയും ചെയ്യണം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവരായി തീരുവാൻ ദൈവകരങ്ങൾ നമുക്ക് വീണ്ടും നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ ലഭ്യമായിരിക്കുന്ന ആത്മാവിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകലും വിശ്വാസത്തിന്റെ പ്രസംഗം നമ്മുടെ അകത്ത് ആത്മാവിന്റെ ഒരു ജ്വലനം ഉണ്ടാക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് സകലതും നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുക. യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് പിന്നെയും വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ സമാധാനമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുക. വിശുദ്ധന്മാർ എല്ലാവരും അല്പസമയം കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവ സാന്നിധ്യത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഭാവനകൾ ദൈവിക സമാധാനം നിറഞ്ഞതാവട്ടെ. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷങ്ങൾ ദൈവിക സമാധാനത്തിൽ നിലനിൽക്കട്ടെ. ഞങ്ങളുടെ തലമുറകൾ ആത്മീക ചൈതന്യത്താൽ പുഷ്ടിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ലോകാന്ത്യത്തോളാവും കൂടെയിരുന്നു, നിന്നോട് കൂടെ ലോകാന്ത്യത്തോളാവും കൂടെ ഇരിക്കുന്നു, നിന്നോട്